ഇതിന്റെ മിഷനറീസ് ഒക്കെ എവിടെ നിന്നാണ് ഇറക്കിയിരിക്കുന്നത്? അതാണ് സിംഗർ, വേൾഡ് ഫേമസ് കമ്പനിയാണ് സ്റ്റിച്ചിങ് മെഷീൻ. പക്ഷെ ഇതിന്റെ ഹെവി ഡ്യൂട്ടി മോട്ടർ ആയിരിക്കും, അതിന്റെ നീഡിലും വളരെ ഹെവി ആയിരിക്കും. നമ്മുടെ തുണി തുന്നുന്നില്ലേ അതുപോലെ തന്നെ അതേ ഷേപ്പൊക്കെ, പക്ഷെ അതിന്റെ ഹെവി ഡ്യൂട്ടി ആയിരിക്കും. അഡ്ലർ എന്ന ജർമ്മൻ മെഷീനാണ് ഇതൊക്കെ. ഇത് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ ഞങ്ങൾ വാങ്ങിച്ച ചില സെക്കൻഡ് ഹാൻഡ് ചില സാധനങ്ങളുണ്ട്. ഞങ്ങളൊരു 10-20 മെഷീൻസ് ഉണ്ട് അതിൽ ചെയ്യുന്നു. പിന്നെ കുറെ ഹാൻഡ് വർക്കും ഒരു ഇമ്പോർട്ട് ചെയ്യാറുണ്ടോ മെഷീനൊക്കെ? ഇമ്പോർട്ട് ചെയ്ത മെഷീൻ ഉണ്ടല്ലോ. ആ, ഇത് ബേസിക്കലി ഫ്രം ജർമ്മനി. അഡ്ലർ മെഷീൻ ഫ്രം ജർമ്മനി. ഓ, പണ്ടൊക്കെ ഇറ്റ് വാസ് അൺഇമാജിനബിൾ, അത്രയും കോസ്റ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ ഈ കുറേ ആൾക്കാർ ഇവിടെ വരലും ലെതർ മാനുഫാക്ചർ, ഇവിടെ ചെന്നൈയിലാണ് അതിൻ്റെ വലിയ എക്സിബിഷൻ നടക്കാറ്, മെഷീൻ എക്സിബിഷൻ. ഒക്കെ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒന്നും അത്ര വലിയ ഇത് വരുന്നില്ല, അത്ര ഒരു അൺതിങ്കബിൾ ആയിട്ടുള്ളൊരു വിലയൊന്നും വരുന്നില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന. ഇത് ഈ മെഷീൻ ഇപ്പോൾ കുറേ കാലം ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് പഴയതാവില്ലേ? ഓഫ് കോഴ്സ്. അപ്പോൾ അതെന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യും. അതിന് അതിൻ്റെതായിട്ടുള്ള സർവീസ് മെക്കാനിക്സുകളൊക്കെ ഉണ്ട് ഇവിടെ. അവർ ഇങ്ങനെ വന്നുകൊണ്ട് കോൺട്രാക്ട് ഒക്കെ ഉണ്ട്. പിന്നെ തീരെ ഉപയോഗിക്കാൻ പറ്റാതെ ഡിസ്കാർഡ് ചെയ്ത് വേറെ പുതിയ മെഷീൻ മേടിക്കും, അത്രേ ഉള്ളൂ. എവിടെ നിന്നാണ് മെഷീൻ വരുന്നത് ശരിക്കും? ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് അഡ്ലർ. പിന്നെ അത് കൂടാതെ തന്നെ ആസ് ഐ ടോൾഡ് യു, ഇവിടെ തന്നെ ബോംബെയിൽ തന്നെ ഇതിന്റെ ഹോൾസെയിൽ ചില ആൾക്കാരുണ്ട്, ഹോൾസെയിൽ ആയിട്ട് അവർ ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അവരെ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ദേ ആർ ആൻസറബിൾ. എന്തെങ്കിലും പ്രശ്നം വന്നു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അവരെ സമീപിക്കാം. അപ്പൊ അവരെ ഒന്നും മേടിക്കാം എന്നർത്ഥം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പൊളിറ്റിക്സിലൊന്നും, ബോംബെയിലെ പൊളിറ്റിക്സിന് വലിയൊരു സ്ഥാനം ഉണ്ടെന്ന് തോന്നില്ല എനിക്ക്. കാരണം നമുക്ക് നമ്മുടെ ലൈഫ് അത് ബിസി അങ്ങനെ കാര്യങ്ങളാകുമ്പോൾ പിന്നെ അതിനൊന്നും നേരണ്ടാവില്ല. ഓഫ് കോഴ്സ് വെൻ ഐ വാസ് സ്റ്റഡിങ് നമ്മുടെ കോളേജ് ഡേയ്സിൽ ഓഫ് കോഴ്സ് നമ്മൾ ബേസിക്കലി എനിക്കൊരു ഇടതുപക്ഷ ചായ്വ് തന്നെയാണ്, പറയത്തില്ല. ആരോ ബർണാഡ് ഷവന്റെ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരിക്കൽ പ്രേമിക്കാത്തവനോ ജീവിതത്തിൽ ഒരിക്കൽ നക്സലാവാത്തവനോ ഉണ്ടാവില്ല പറഞ്ഞ പോലെ, അതുപോലെയൊക്കെ നമ്മളുമായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ സാറിൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് മ്യൂസിക് അന്നും ഇന്നും എന്നും അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹോബി, നോ ഡൗട്ട്. പിന്നെ ഓഫ് കോഴ്സ് റീഡിങ്, വായിക്കും. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ചെറിയ ലൈബ്രറി, കുറച്ച് ലൈബ്രറി നമ്മുടെ നാട്ടിലെ അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ തിരക്കിനിടയിൽ ലൈബ്രറിയിൽ ഇരിക്കാൻ സമയം കിട്ടുമോ? ലൈബ്രറിയിൽ നമ്മുടേതായിട്ട് ലൈബ്രറി നമ്മൾ ഉണ്ടാക്കുന്നു. വീട്ടിൽ ഓഫ് കോഴ്സ് ലേറ്റ് നൈറ്റ് ചിലപ്പോൾ ഓഫ് കോഴ്സ് TV ഒരു ശല്യം തന്നെയാണ്. അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് ജസ്റ്റ് ഒരു ഡെയിലി ഇത്ര നേരം വെച്ച് വായിക്കുക എന്നുള്ളൊരു ചെറിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. മേഡത്തിന് സംഗീതമായിട്ട് നല്ല ബന്ധമുണ്ടെന്നല്ലേ പറഞ്ഞത്? സംഗീതത്തിൽ കൂടുതൽ ചെയ്യുന്നത് എന്താണ്? ക്ലാസിക്കലാണോ അതോ ലൈറ്റ് മ്യൂസിക് ആണോ? ക്ലാസിക്കലാണ് ബേസിക്കലി. വീട്ടിലെ എൻ്റെ ഗ്രാൻഡ് മദർ, അമ്മ എല്ലാവരും ക്ലാസിക്കൽ ബേസ്ഡ് ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ ക്ലാസിക്കലിൻ്റെ വീണയും വായിക്കാറുണ്ട്, പാട്ടും പാടാറുണ്ട്. ഈ തിരക്കിൽ ഇതിലിപ്പോൾ എൻ്റെ ടച്ച് ഒന്നുമില്ല. വൈഫ് സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്. സംഗീതത്തോട് സ്നേഹമുള്ളതുകൊണ്ടാണ് സംഗീതക്കാരെ നമ്മൾ സ്നേഹിച്ച് കല്യാണം കിട്ടി. എന്തായാലും ആ സംഗീതത്തോട് കുറച്ച് സ്നേഹം ഉണ്ടാവും, സംഗീതം കുറച്ച് മനസ്സിലുണ്ടാവും. ഒരു പാട്ട് പാടട്ടെ സാറേ? അത് ഇത് പറ്റിയൊരു ഇതായോണോ സംശയം തോന്നാണ്. പാടിയാൽ അതിനൊക്കെ ഒരു ചെറിയൊരു മൂഡ് ക്രിയേറ്റഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെയാണ്. ബട്ട് ഐ ട്രൈ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കുവേ, നഗ്നപാതയായകത്തു വരൂ ചക്രവർത്തിനി. വെരി ഗുഡ്. ഇത്രയും കാലത്തിനിടയ്ക്കുള്ള പരിചയം വെച്ചിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് സാറിൻ്റെ ഒരു മെസ്സേജ് എന്താണ് പറയാനുള്ളത്? മെസ്സേജ് വെച്ചാൽ ഇതിലെ വട്ടവർ വർക്ക്, അവരേത് വർക്ക് ഏറ്റെടുക്കാനും അതിലത്തെ എല്ലാ സിൻസിയാരിറ്റി, അതിനുള്ള കമ്മിറ്റ്മെന്റ്, അതായത് ഒരു പനി പിടിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത്. നമുക്ക് ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ അത്രയും ഒരു കമ്മിറ്റ്മെന്റ്, അതായത് അത്രയും ഡീപ്പായിട്ടുള്ള കമ്മിറ്റ്മെന്റ്, ഡീപ്പായിട്ടുള്ള സിൻസിയറിറ്റി, ഹാർഡ് വർക്ക്, അതുണ്ടാച്ചാൽ ഇവിടുന്ന് ഒരിക്കലും വിജയം നിങ്ങളുടെ ഇന്ന് രക്ഷപ്പെട്ടു പോവില്ല, നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. അത്രേ ഉള്ളൂ. ഇത് ഇത്ര നേരം കണ്ടിരുന്ന പ്രേക്ഷകരോട് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ കേരള വിഷൻ ഇത് അറേഞ്ച് ചെയ്ത കേരള വിഷൻ അവരോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബിസിനസ്സും ജീവിതവും കൂട്ടത്തിൽ സംഗീതവും
ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ടെൻഷനുമില്ലാത്ത ഒരു ഫാമിലിയാണ് ഞാനിപ്പോൾ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഉയരങ്ങളിലെത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം, കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിൽ ആദ്യമായി എത്തിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.